അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, മുന്നോട്ടുള്ള യാത്ര സുഗമമാവില്ല, ഭീതിയോടെ മാത്രമേ ടീം നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാൻ ആവൂ എന്നാണ് ശ്രീകുമാർ സാർ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങളും അദ്ദേഹം നിരത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ സാധിക്കുള്ളൂ. അദ്ദേഹത്തെ പോലത്തെ ഒരു കോൺഗ്രസ് സഹയാത്രികൻ്റെ തീർച്ചയായിട്ടുമുള്ള ആഗ്രഹങ്ങളും അവരുടെ ചില പ്രതീക്ഷകളുമാണ് ശ്രീ എൻ ശ്രീകുമാർ പങ്കുവച്ചത്. അദ്ദേഹം നിഷ്പക്ഷനായിട്ടുള്ള നിരീക്ഷകനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം തന്നെ മറ്റ് ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ, മാതൃഭൂമിയിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് സഹയാത്രികൻ എന്ന് തന്നെയാണ് എഴുതാറ്. വീക്ഷണം പത്രത്തിൽ വെള്ളി വള്ളി എന്ന പേരിലൊരു കോളം എഴുതുന്ന ആളാണ് അദ്ദേഹം. KSUവിൻ്റെ മുൻ ഭാരവാഹിയായിരുന്ന ആളാണ്. കോൺഗ്രസ് സഹയാത്രികനാണെന്ന് മടിക്കാതെ പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ ഞാൻ മാനിക്കുന്നു. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ആശംസിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള റിയാലിറ്റി ഇതൊന്നുമല്ല. ഇദ്ദേഹം പറയുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരു സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ് NDA എന്ന് കഴിഞ്ഞ ദിവസത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ട ഒരാൾക്ക് പോലും സംശയം ഉണ്ടാവില്ല. കാരണം എന്താണ്? കാരണം ആദ്യത്തെ 10 BJP മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് 11ാമനായിട്ടാണ് ആദ്യമായിട്ടൊരു ഘടകകക്ഷിയിലെ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതായത് TDPയുടെയോ അല്ലെങ്കിൽ JDUവിൻ്റെയോ പിന്തുണയില്ലാതെ തന്നെ NDAക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? INDA എന്ന് പറയുന്ന 28 പാർട്ടികളും കൂട്ടിയിട്ടുള്ള ആ സഖ്യത്തിനുള്ളത് 332 സീറ്റാണെങ്കിൽ, അല്ല 232 സീറ്റാണെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് 240 സീറ്റുകളുണ്ട്. BJP എന്ന പാർട്ടിയുടെ ഒപ്പം എത്താൻ INDA മുന്നണിക്ക് മുഴുവൻ സാധിച്ചിട്ടില്ല. പ്രീപോൾ അലയൻസിന് തന്നെ, തെരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടാക്കിയിട്ടുള്ള സഖ്യത്തിന് തന്നെ 293 സീറ്റുകളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി ഉണ്ട്. 272 മാജിക് നമ്പർ. JDU ആവട്ടെ TDP ആവട്ടെ തെരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടാക്കിയിട്ടുള്ള സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ BJP പാർട്ടികളാണ്, NDAയിലുള്ള പാർട്ടികളാണ്. അവരുടെ ഔദാര്യത്തിലാണ് സർക്കാർ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം? അത് തെരഞ്ഞെടുപ്പിന് ശേഷം ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സഖ്യമല്ലല്ലോ. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടാക്കിയിട്ടുള്ള സഖ്യമല്ല. സഖ്യത്തെ മുൻനിർത്തിയിട്ടല്ലേ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ടത്. ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7 സ്വതന്ത്ര MP-മാർ ഉൾപ്പെടെ ഒറ്റ പാർട്ടി MP-മാരുള്ള 5 പാർട്ടികൾ ഉൾപ്പെടെ BJPയെ NDAയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ 303 അംഗങ്ങളുടെ പിന്തുണ NDA സർക്കാരിനുണ്ട്. അങ്ങനെ ഒരു സർക്കാരാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ എന്താണ്, BJP തന്നെയാണ് ആ മുന്നണിയെ നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നത് BJPക്ക് ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കില്ല, NDAക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കില്ല. TDPയുമായിട്ടും JDUമായിട്ടും ഒക്കെ കോൺഗ്രസും INDAയും ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ചന്ദ്രബാബു നായിഡുവിനെ ഫോണിൽ വിളിച്ചു. നിതീഷ് കുമാർ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം കൊടുത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അടുത്ത ദിവസമായപ്പോഴേക്കും BJP സർക്കാർ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ ധാരണയായി. അപ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്? ഈ കഴിഞ്ഞ തവണത്തെ പോലെ ശക്തമായിട്ടുള്ള ഒരു സർക്കാർ ആയിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. ഘടകകക്ഷികൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി ആവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള മറ്റൊരാളെ പ്രധാനമന്ത്രിയാക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് എന്നാണ്. അങ്ങേക്ക് ഓർമ്മയുണ്ടെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോയപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാനാണ് അടുത്ത പ്രധാനമന്ത്രിയാവാൻ പോകുന്നതെന്ന് ചർച്ച ചെയ്ത മാധ്യമങ്ങളിവിടെയുണ്ട്. 3ാം ദിവസം നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി. നരേന്ദ്രമോദിയെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് NDA യോഗം തെരഞ്ഞെടുത്തു എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് മോഡി തന്നെ ഭരിക്കും, പക്ഷെ സൈസിൽ കുറഞ്ഞ വലിയ ശക്തനല്ലാത്ത ദുർബലനായിട്ടുള്ള ഒരു മോഡി ആയിരിക്കും ഭരിക്കുക. ഇടത്തും വലത്തും നിന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു ഇങ്ങനെ തോട്ടിക്ക് കൊണ്ടു നടക്കുന്ന മോഡി ആയിരിക്കും. പ്രധാനപ്പെട്ട നിർണായക വകുപ്പുകളൊക്കെ ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു നിർണായക വകുപ്പ് പോലും ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടി വന്നില്ല. ബിഗ് 4 എന്ന് പറയുന്ന എല്ലാ വകുപ്പുകളും, അതായത് പ്രധാനമന്ത്രിക്ക് പുറമെയുള്ള ധനകാര്യം, ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം, ഈ പറയുന്ന വിദേശകാര്യം, ഈ പറയുന്ന 4 വകുപ്പുകളും BJPയുടെ കയ്യിൽ വെക്കുന്നത്. ആദ്യത്തെ 10 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത 10 ക്യാബിനറ്റ് മന്ത്രിമാർ BJPയിൽ നിന്നുള്ള അംഗങ്ങളാണ്. 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിൽ 11 ആളുകൾ മാത്രമേ നമ്മൾ NDA സഖ്യകക്ഷികളിൽ നിന്നുള്ളൂ. ബാക്കിയുള്ള 61 ആളുകളും BJPയിൽ നിന്ന് തന്നെയാണ്. 30 ക്യാബിനറ്റ് മന്ത്രിമാർ BJPയിൽ നിന്നാണ്. 5 സഹമന്ത്രിമാരിൽ, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരിൽ 3 പേര് BJPയിൽ നിന്ന് തന്നെയാണ്. 36 സഹമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിൽ 4 പേര് ഒഴിച്ച് 31 പേരും BJPയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന വാർത്ത പ്രകാരം സ്പീക്കർ സ്ഥാനത്തിനുള്ള ക്ലെയിം JDUവും അതേപോലെ തന്നെ TDP ഉപേക്ഷിച്ചിട്ടുണ്ട്. സ്പീക്കർ സ്ഥാനവും BJPക്ക് തന്നെ ആയിരിക്കുന്നതാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ഭരിച്ചതുപോലെ തന്നെ വളരെ
ശക്തമായ ഒരു സഖ്യമായിട്ട് മോഡി 3.0 എന്ന് പറയുന്ന മൂന്നാം മോദി സർക്കാർ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിലൊരു റെപ്രസെൻറ്റേഷനൊക്കെ നോക്കണം. വളരെ സുന്ദരമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനുള്ള മിനിസ്ട്രിയാണ്. 71 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നപ്പോൾ 10 പേര് സ്ത്രീകളാണ്, 10% സ്ത്രീകളാണ്. 65% ആളുകൾ OBC, SC, ST വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 27 മന്ത്രിമാർ OBC വിഭാഗത്തിൽ നിന്നാണ്, 10 പേര് SC വിഭാഗത്തിൽ നിന്നാണ്, 5 പേര് ST വിഭാഗത്തിൽ നിന്നാണ്, 5 പേര് മൈനോറിറ്റി വിഭാഗത്തിൽ നിന്നാണ്. എല്ലാ ക്രോസ് സെക്ഷനും ഉള്ളൊരു മന്ത്രിസഭയാണ്. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ്. 6 പേര് മുൻ മുഖ്യമന്ത്രിമാരാണ്. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ, ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെ, സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെ, അതല്ലെങ്കിൽ HD കുമാരസ്വാമി ഉൾപ്പെടെ 6 പേര് മുൻ കേന്ദ്രമന്ത്രിമാരാണ്. കഴിഞ്ഞ തവണത്തെ ടേമിലുണ്ടായിരുന്ന 38 മന്ത്രിമാർ തുടരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പീരിയൻസിൻ്റെയും, എന്നാൽ 39 ആളുകൾ പുതിയ മന്ത്രിമാരാണ്. അങ്ങനെ എക്സ്പീരിയൻസിൻ്റെയും ഫ്രഷേഴ്സിൻ്റെയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള പ്രാതിനിധ്യം ഉൾപ്പെടുന്ന സുശക്തമായിട്ടൊരു മന്ത്രിസഭ അധികാരത്തിലേറ്റു. സർക്കാരിൻ്റെ പോളിസി എന്താണെന്ന് ആദ്യ ദിവസം തന്നെ തെളിയിക്കപ്പെട്ടു. കാരണം ഗുഡ് ഗവർണൻസിൻ്റെ ട്രാക്കുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഇന്ന് നരേന്ദ്രമോദി ആദ്യം ഒപ്പിട്ട ഫയൽ ഈ കർഷക സമ്മാൻ നിധിയുടെ 18ാം ഗഡുവുമായി ബന്ധപ്പെട്ട് 9.3 കോടി കർഷകർക്കായി 20,000 കോടി രൂപ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയലാണ് ആദ്യം ഒപ്പിട്ടത്. അപ്പോൾ കർഷക സമ്മാൻ നിധി പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇന്ന് ആദ്യം ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലെ തീരുമാനം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 3 കോടി വീടുകൾ കൂടി അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് കഴിഞ്ഞ ടേമിൽ നമ്മൾ 10 വർഷത്തിനിടയ്ക്ക് 4 കോടി വീടുകളാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇനിയുള്ള 5 വർഷത്തിൽ നമ്മൾ 3 കോടി വീടുകൾ കൂടി ഇന്ത്യയിലെ പാർപ്പിട ആവശ്യങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയെ ഡയറക്റ്റ്ലി അഭിസംബോധന ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗുഡ് ഗവർണൻസിന്റെ ട്രാക്ക് നിലനിർത്താൻ പോകുന്നു. മോഡി 3.0 അജണ്ട എന്താണെന്ന് നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 10ാം സ്ഥാനത്തായിരുന്നു 2014 രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത്. രാജ്യത്തിന്റെ സാമ്പത്തിക നില ലോകത്തെ 10ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു. 2024 നമ്മൾ സംസാരിക്കുമ്പോൾ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ഒരു 3.75 ട്രില്യൺ എക്കോണമിയായി മാറി. ഈ വർഷം 4 ട്രില്യൺ എക്കോണമി ആവും. 2027 ആവുമ്പോഴേക്കും 5 ട്രില്യൺ എക്കോണമി ആവും. 2025 ആവുമ്പോഴേക്കും 2027 ആവുമ്പോഴേക്കും ലോകത്തിലെ വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഭാരതത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന വിഷനുമായി, വികസിത് ഭാരത് സങ്കല്പമായി, ഡെവലപ്ഡ് ഇന്ത്യ എന്ന് പറയുന്ന പ്ലഡ്ജുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ സർക്കാരിന് ഘടകകക്ഷികളുടെ മാത്രമല്ല, രാജ്യത്തുള്ള ജനങ്ങളുടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ, ലോക നേതാക്കളുടെ കൂടി പിന്തുണയുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്വിറ്ററിലാവട്ടെ, അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള വമ്പന്മാരുടെ നിര കൊണ്ടാവട്ടെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ സർക്കാർ ദുർബലമായിട്ടുള്ളൊരു സർക്കാരായിരിക്കും. മുൻ വർഷങ്ങളിലെ പോലെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ലതൊക്കെ ചില ആളുകൾക്ക് ഇരുന്ന് ആഗ്രഹിക്കാം. പക്ഷേ ഈ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് തിരഞ്ഞെടുക്കാൻ പോലും ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇവർ പറയുന്നത് ഈ 11 അംഗങ്ങൾ കക്ഷികളുള്ള NDA സർക്കാർ ദുർബലമായിട്ടുള്ള സഖ്യമായിരിക്കുന്ന. എന്നാൽ ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് വരാൻ പോകുന്ന 28 പാർട്ടികളുള്ള ഇവരുടെ INDA മുന്നണി എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദവിയിൽ വന്നു കഴിഞ്ഞാൽ ആ സർക്കാർ എത്ര കാലം മുന്നോട്ട് പോകും? ആഴ്ചയിൽ ഓരോ ദിവസത്തിൽ ഓരോ പേരെ പ്രധാനമന്ത്രിയാക്കിയിട്ടായിരിക്കും അത് മുന്നോട്ട് പോവുക. എന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. നരേന്ദ്രമോദി തന്നെയാണ് ഇനിയുള്ള 5 വർഷവും ഈ രാജ്യത്തെ നയിക്കാൻ പോകുന്നത്. എല്ലാ ഘടകകക്ഷികളും വളരെ ശക്തമായിട്ട് അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ആ NDA യോഗത്തിൽ നിതീഷ് കുമാർ പറഞ്ഞതായിക്കോട്ടെ, അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു പറഞ്ഞതായിക്കോട്ടെ, അല്ലെങ്കിൽ ചിരാഗ് പാസ്വാൻ പറഞ്ഞതായിക്കോട്ടെ, നമ്മൾ എത്ര അവരെത്ര ആത്മവിശ്വാസത്തോടും എത്ര ആത്മാർത്ഥത്തോടും കൂടിയാണ് സംസാരിക്കുന്നത്. നിതീഷ് കുമാർ പറയുന്നു, ഇത്തവണ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ ജയിച്ചു വന്നിട്ടുണ്ട്, പക്ഷെ അടുത്ത തവണ ഇവരെ ഒന്നും കാണില്ലെന്ന് ഞാൻ ഉറപ്പു തരാമെന്ന് നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ കാലിൽ തൊട്ടിട്ടാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതായത് ഞാൻ വിധേയനായി തന്നെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ബോഡി ലാംഗ്വേജ് കൊണ്ട് പോലും തെളിയിച്ചിട്ടുള്ള നിതീഷ് കുമാറിനെ നമ്മൾ കണ്ടത്. ചന്ദ്രബാബു നായിഡു പറഞ്ഞു, ഞങ്ങൾ BJP-യുമായിട്ടുള്ള സഖ്യം 1999 മുതലുള്ളതാണ്, ഇത് കാലത്തെ അതിജീവിച്ചിട്ടുള്ള ട്രസ്റ്റാണ്, ഇത് ഒരു കാരണവശാലും വിടാൻ പോകുന്നില്ലെന്ന്. ചിരാഗ് പാസ്വാൻ, രാംവിലാസ് പാസ്വാന്റെ മകൻ, അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദി എന്ന രാമന്റെ ഹനുമാനാണ് ഞാൻ. രാമന്റെ കാര്യത്തിന് വേണ്ടി എങ്ങനെയാണോ ഹനുമാൻ പ്രവർത്തിച്ചത്, അതേപോലെ നരേന്ദ്രമോദിയുടെ ഹനുമാനായി തുടർന്നും ഞാൻ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ ട്രസ്റ്റാണ് ഇന്ത്യയിലുള്ളത്. അതൊന്നും തകരാൻ പോകുന്ന ആരും മനപ്പായസം ഉണ്ടെണ്ടാ നടക്കാൻ പോകുന്നില്ല. ആ ഉറപ്പുകളൊന്നും വിശ്വാസത്തിലെടുക്കാൻ എന്തായാലും പ്രതിപക്ഷത്തിന് ഇപ്പോൾ സാധ്യമല്ല, അവരത് ആഗ്രഹിക്കുന്നുമില്ല.